എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത ഹരി. നാളെ ഏപ്രിൽ 30-ന് നരസിംഹ ജയന്തിയാണ്. നമ്മളെല്ലാവരും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ? ഒന്ന് തീർച്ചയായിട്ടും വാതിൽ മാടത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം ഈ കേശവൻ്റെ രണ്ട് കൊമ്പുകളിരിക്കുന്ന ഭാഗം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാറില്ലേ? അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു, അതിന് തൊട്ട് മുൻപിലായിട്ട് നേരെ മുകളിൽ നരസിംഹമൂർത്തിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അല്ലേ? ആ നേരെ മുകളിലും ഉണ്ടായിരുന്നു, അതിൻ്റെ നേരെ മുൻപിൽ ഓപ്പോസിറ്റ് ആയിട്ടും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 മാസങ്ങളായിട്ട് നരസിംഹമൂർത്തിയുടെ ഫോട്ടോ അവിടെ ഇല്ല. അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അവിടെ നിന്ന് മാറ്റിയതായിരുന്നു കേട്ടോ. നാളെ നരസിംഹ ജയന്തിയുടെ അന്ന് ഫോട്ടോ പുതിയതായി വരച്ചത് സമർപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ള ഭാഗ്യം ലഭിച്ചത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെ ചുമർചിത്ര കേന്ദ്രത്തിൻ്റെ മുൻ പ്രിൻസിപ്പൽ ആയിട്ടുള്ള കൃഷ്ണകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ് കേട്ടോ. അപ്പോൾ നാളെ അത് സമർപ്പിക്കും. ഞാനത് പേപ്പറിൽ കണ്ടിരുന്നു കേട്ടോ. വളരെ മനോഹരമായി തന്നെ ആ ഫോട്ടോ വരച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനാണ് ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 74 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇപ്പോൾ നമ്മൾ സാധാരണ, അതായത് 2-3 മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ 2 ഫോട്ടോസും വരച്ച് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 74 വർഷങ്ങൾക്ക് ഇപ്പുറം വളരെ മനോഹരമായിട്ടുള്ള നരസിംഹമൂർത്തിയുടെ ആ ഒരു ഫോട്ടോ നാളെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയാണ്. മുൻപുണ്ടായിരുന്ന സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ശ്രദ്ധിക്കാത്തവർ തീർച്ചയായും ഇനി വരുമ്പോൾ ഈ ഫോട്ടോ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നരസിംഹ ജയന്തി ആശംസകൾ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോർ മൃത്യും നമാമ്യഹം. ഒപ്പം ഇതും കൂടി ജപിച്ചോളൂ കേട്ടോ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.